യൂണിറ്റിയിലെ വിൻഡോസിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൽ 2 വിൻഡോസിനെയാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ സീനിൽ നോക്കുകയാണെങ്കിൽ ഗെയിമിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ രീതിയിലായിരിക്കില്ല നമ്മൾ ഗെയിം ബിൽഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുക. ഇത് ജസ്റ്റ് ഗെയിമിൻ്റെ ഒരു വേൾഡാണ്. ഈ വേൾഡ് മൊത്തം ഒരിക്കലും ഗെയിമിങ്ങിൽ കാണണമെന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് വലിയൊരു ഓപ്പൺ വേൾഡ് ഗെയിം, അതിൻ്റെ ആ വലിയ ഓപ്പൺ വേൾഡ് ഗെയിമായിരിക്കും ഈ സീനിൽ കാണുന്നത് പോലെ. എന്നാൽ പ്ലെയർ കാണുന്നത് ആ മോണിറ്ററിൽ കാണുന്ന ചെറിയൊരു ഏരിയ മാത്രമായിരിക്കും ഒരേ സമയത്ത് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂവിന് വേണ്ടിയുള്ള സംഭവമാണ്. വിൻഡോസിൽ ജനറൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഗെയിം എന്ന് പറഞ്ഞിട്ട്, അതായത് സീൻ ഗെയിം വിൻഡോ എടുക്കുക. എന്നിട്ട് ഞാൻ അത് ഇവിടെ ഇടാണ്, ഭാഗത്തായിട്ടിടാം. ഗെയിം വിൻഡോയിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ക്യാമറയിൽ എന്താണോ കാണുന്നത് അതാണ് ഗെയിം വിൻഡോയിൽ. ഇപ്പോൾ ഇവിടെ മെയിൻ ക്യാമറ അങ്ങനെ 2 ഉണ്ട്. ഞാൻ ഈ ക്യാമറ ഡിലീറ്റ് ചെയ്യാണ്, നമുക്കൊരു ക്യാമറ മതി. ഇപ്പോൾ ഈ മെയിൻ ക്യാമറയിൽ എന്താണോ കാണുന്നത് അതായിരിക്കും ഈ ഗെയിം വിൻഡോയിൽ കാണിക്കുക. ഇപ്പോൾ എൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിക്കുന്നത് ഓർത്തോഗ്രാഫിക് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് ഞാൻ മാറ്റി പെർസ്പെക്റ്റീവ് ആക്കി ഒത്തിരി 3D വ്യൂ കിട്ടും. ജസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ലൈറ്റും കൂടി ആഡ് ചെയ്യാം. ലൈറ്റ്, ഡയറക്ഷണൽ ലൈറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ക്യാമറയിൽ എന്താണോ കാണുന്നത് അതാണ് ഈ ഗെയിം വിൻഡോയിൽ കാണാം. ഈ ക്യാമറ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ ഗെയിം വിൻഡോയിൽ മാറ്റം വരും. പക്ഷേ ഈ സീനിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. കാരണം ഈ ക്യാമറ ഇവിടെ വെച്ച് നമ്മൾ ഇപ്പോൾ ഇതൊരു ബിൽഡാക്കുകയാണെങ്കിൽ ഈ വിൻഡോയിൽ എന്താണോ കാണുന്നത് അതായിരിക്കും ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കാണാം. ഇതല്ല കാണാം, ഇത് ഗെയിമിൻ്റെ റിയൽ സീനാണ്. ഇതാണ് പ്ലെയർ എന്താണോ കാണുക അത്. ഇപ്പോൾ നമ്മൾ ഗെയിമൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ വെച്ചാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടച്ചോ മൗസിൻ്റെ ഇൻപുട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഇവിടെ വെച്ചായിരിക്കും ചെയ്യുക, ഇവിടെ വെച്ചല്ല. ഇത് ജസ്റ്റ് ആ വേൾഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു വേൾഡ്, ഇതാണ് ശരിക്കും ആ ഗെയിം എങ്ങനെ ആയിരിക്കുമോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. പിന്നെ ഒരു വിൻഡോ കൂടി നമ്മൾ ഫൈനലിൽ നോക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിൻഡോ ആണ്. ജനറൽ കൺസോൾ. ഈ കൺസോൾ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത്, അതായത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മാത്രം ഫോളോ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ കൺസോൾ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇൻസ്പെക്ടറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ കമ്പോണൻ്റൊക്കെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ക്രിപ്റ്റുകളും യൂസ് ചെയ്യും. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോഡ് ചെയ്ത സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ നമുക്ക് കൺസോൾ യൂസ് ചെയ്യാം. പ്രശ്നങ്ങൾ കാണിക്കാൻ മാത്രമല്ല, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമ്മളെ ഡെവലപ്പറിനെ കാണിക്കണമെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ഗെയിം മെക്കാനിസം ഉണ്ടാക്കണം, ഒരാൾ നടക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ബഗ്ഗോ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ക്യാരക്ടറിൻ്റെ സ്പീഡ് നമുക്ക് കാണിക്കണം. നമുക്ക് വേണമെങ്കിൽ UI എലമെൻ്റൊക്കെ വെച്ച് ഭംഗിയിൽ കാണിക്കാം. പക്ഷെ അതൊരിക്കലും ഒരു ഡെവലപ്പർ അങ്ങനെ ചെയ്യില്ല. കാരണം അത് ഒരുപാട് പണിയുണ്ട് അതിന്. നമുക്ക് ജസ്റ്റ് എന്താണ് അവിടുത്തെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി അങ്ങനത്തെ ഒരു ജസ്റ്റ് വാല്യൂ ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൺസോളിൽ കാണിക്കാം. കൺസോൾ എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വിൻഡോ ആണ്. ഇവിടെ വിഷ്വൽസ് ആയിട്ട് അല്ലെങ്കിൽ ഇമേജ് അങ്ങനെ ഒന്നും കാണില്ല. ഇത് ജസ്റ്റ് സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ മെക്കാനിസമോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗെയിം ഡെവലപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫിക്സൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഗെയിമിൽ കാണിക്കുകയാണെങ്കിൽ കൺസോൾ യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ഒരു സൊല്യൂഷനല്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടറിൻ്റെ സ്പീഡ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ അതൊരു സമയത്തുമ്പോൾ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കറക്റ്റ് എപ്പോഴാണ് കുറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിലൊരു ഭാഗം വെക്കാം, അയാളുടെ സ്പീഡ് ഓരോ സെക്കൻഡിലും ഈ കൺസോളിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് സ്പീഡ് കുറയുന്നതെന്ന്. കാരണം സ്പീഡ് കറക്റ്റോടെ ഒരു ടെക്സ്റ്റ് വാല്യൂ ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ വെറുതെ ഗെയിമിൽ കാണുന്നത് കണ്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ബൈ ദ നമ്പേഴ്സ് ആയിട്ടുള്ളൊരു വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് കൺസോൾ വളരെയധികം യൂസ്ഫുള്ളാണ്.